നാലാഞ്ചിറയിൽ ഭർത്താവ് ഭാര്യയുടെ കഴുത്തറുത്ത് കൊന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. മണക്കാടുകാരി അസീന ഒരു 4-5 മാസമായിട്ട് അവിടെ വാടക വീട്ടിൽ താമസമാണ്. 4 കുട്ടികളുണ്ട് അവർക്ക്. ഭർത്താവ് സുരേഷാണ് ആയിട്ടാണ് അവിടെ താമസം. ഏതായാലും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുടുംബപരമായ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായിരുന്നു. അസീന കുറച്ച് ദിവസത്തേന് തമിഴ്നാട്ടിൽ ആരുടെ കൂടെ പോയിരുന്നു. അത് ആ കുടുംബത്തിലെ വഴക്കിന് കാരണമായി. അവർ തിരിച്ചു വന്നു. 4 കുട്ടികളുണ്ട് അവർക്ക്. സുരേഷ് എന്താണ് ജോലിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അയാൾ ഈ നാലാഞ്ചിറയിലെ ഒരു വീട്, ഒരു ഇടവഴിക്കൂടെ നടന്നു പോകണം ആ വീട്ടിലേക്ക്. അവിടെയാണ് 6-7 മാസം കൊണ്ട് ഇവർ താമസിച്ചത്. കഴിഞ്ഞ ദിവസം ഇവർ തമ്മിലുള്ള ഈ തർക്കവും അത് അസീന തമിഴ്നാട്ടിൽ ആരുടെ കൂടെ പോയി ഒരാഴ്ച കഴിഞ്ഞാണ് മടങ്ങി വന്നതിനെ സംബന്ധിച്ചൊക്കെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വലിയ പ്രശ്നങ്ങളായി. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. മണ്ണന്തല പോലീസ് 2 കൂട്ടരെയും വിളിച്ചു വരുത്തി. അതൊരു ഒത്തീർപ്പിലേക്ക് കൊണ്ടുപോയി. ഒത്തീർപ്പ് ദിവസം ആ ദിവസം തന്നെയാണ് ഈ കൊലപാതകം നടന്നത്. 2 പേരും പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് എഴുതി വെച്ച് അവർ വീട്ടിൽ പോയി. ആ വീട്ടിൽ അന്ന് രാത്രിയിൽ ഇവർ തമ്മിൽ ഒത്തീർപ്പായ ശേഷവും കുടുംബ വഴക്കുണ്ടായി. കുട്ടികൾ അപ്പുറത്ത് കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഏതായാലും വെളുപ്പിനെ ആ കുട്ടികൾ അമ്മയുടെ നിലവിളി കേട്ടു. 6, 7 പ്രായമുള്ള കുട്ടികൾ അമ്മയുടെ മുറിയിൽ ഓടിച്ചെന്നപ്പം അമ്മയുടെ കഴുത്തറുത്ത് കട്ടിൽ കിടക്കുന്നതാണ് കാണുന്നത്. ബ്ലീഡ് ചെയ്യുന്നതാണ്. കുട്ടികൾ നിലവിളിച്ചു. ഈ സമയം ഭർത്താവ് അവരെ കഴുത്ത് കണ്ടിച്ച കത്തി അത് കഴുകി അവിടെ ഇട്ടിട്ട് പോയി. അയാൾ വെളിയിലോട്ട് ഇറങ്ങി ചെന്നിട്ട് ഇയാളുടെ കാർ കയറി സ്ഥലം വിട്ടു. ഏതായാലും ഈ സംഭവം പോലീസ് 2 പേരെയും ഒരു തരത്തിൽ ഭാര്യാഭർത്താക്കന്മാരാണ് ഒത്തീർപ്പ് വ്യവസ്ഥയെ കൊണ്ടുവന്ന് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ഭർത്താവിൻ്റെ മനസ്സിൽ അവൾ മറ്റാരുടെ കൂടെയോ തമിഴ്നാട്ടിൽ പോയി കുറച്ച് ദിവസം താമസിച്ചിട്ടാണ് വന്നത്. കുടുംബ വഴക്കിൻ്റെ മെയിൻ കാരണം അത് തന്നെയായിരുന്നു. ഇവർ തമ്മിൽ വിവാഹിതരാണോ എന്നും അറിയില്ല. അത് ലിവിങ് ടുഗദറാണോ എന്നും അറിയില്ല. അസീന മണക്കാടുള്ളവരാണ്. അതുപോലെ ഭർത്താവ് സുരേഷിൻ്റെ കൃത്യമായ അഡ്രസ്സ് ഇപ്പം ലഭ്യമല്ല. എങ്കിലും അയാൾ കാറും എടുത്തിട്ട് അവിടുന്ന് സ്ഥലം വിട്ടു. കഴുത്ത് പകുതിയോളം അറുത്തിരിക്കുന്നു അയാൾ. അപ്പോൾ അത് മോട്ടീവ് വളരെ ക്ലിയറാണ്. ഏതായാലും ഇതിൻ്റെ നെറ്റ് ഫലം ഈ 4 കുട്ടികൾ അനാഥരായി. കാരണം അമ്മ മരിച്ചു. അതോടൊപ്പം ഭർത്താവ് ഒളിവിപ്പോയി. അയാൾക്കിനി ശിഷ്ടകാലം ജയിൽ ജീവിതം തന്നെ. ഏതായാലും 4 കുട്ടികൾ ഇപ്പം പോലീസ് സംരക്ഷണയിലാണ്. ചൈൽഡ് ലൈനിൽ അവരെ ഏൽപ്പിക്കേണ്ടി വരും. മാതാപിതാക്കൾ കേരളത്തിൽ പല സ്ഥലത്തും ഇതുപോലെ പരസ്പരം കൈവയ്ക്കുകയും അതിലൊരാൾ മറ്റൊരാളെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടായിരിക്കുന്നത്. അവരുടെ കുട്ടികളാണ് അനാഥരാകുന്നത്. ഈ ദൃശ്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ കിടക്കും. അമ്മയെ കൊല്ലുന്നത് ആ കുട്ടികൾ കണ്ടു. സ്വന്തം അച്ഛനാണോ അല്ലെ ഈ കുട്ടികളുടെ അച്ഛനാണോ സുരേഷ്, അത് അവർ ലിവിങ് ടുഗദറാണോ? അതിൻ്റെ ഇടയ്ക്ക് ആ അസീന മറ്റൊരാളുമായിട്ട് തമിഴ്നാട്ടിൽ പോയി. അത് തീർച്ചയായിട്ടും ഭർത്താവിനെ അയാൾക്ക് വലിയധികം വേദനപ്പെടുത്തിയിട്ടുണ്ടാവും. അത് ഒത്തീർപ്പിലോട്ട് എത്തിച്ചെങ്കിലും പോലീസ് അയാളുടെ മനസ്സിലെ വൈരാഗ്യം കിടന്നു രാത്രി അവരെ കഴുത്തറക്കുകയാണ്. ഏതായാലും കേരളത്തിലെ ധാരാളം സംഭവങ്ങൾ ഇങ്ങനെ ദൈനംദിനം നമ്മൾ കാണുകയാണ്. കുട്ടികളെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികൾ അനാഥരാകുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ കാണുന്നു. ഭാര്യയും ഭർത്താവും അവർ ലിവിങ് ടുഗദറിലേക്ക് പോയി, അല്ലെങ്കിൽ വിവാഹിതരല്ല. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടുകൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ലിവിങ് ടുഗദറിൽ നിന്ന് മാറണം. അവർ കുടുംബപരമായിട്ട് ജീവിക്കാൻ ശ്രമിക്കണം. ഇപ്പോഴത്തെ തലമുറകൾ മുഴുവൻ ആ ഭാര്യാഭർത്താക്കന്മാരായി കുറച്ച് ദിവസം താമസിച്ച ശേഷം പിന്നെ 2 പേരും ലിവിങ് ടുഗദറിലേക്ക് മാറുന്ന കാഴ്ചയാണ് കേരളത്തിൽ പൊതുവെ കാണുന്നത്. കേരളത്തിൻ്റെ കുടുംബ പശ്ചാത്തലങ്ങളെല്ലാം മാറി. ഇവിടെ ജെൻസിയുടെ ഒരു ഏരിയ ഇന്ത്യ മുഴുവൻ നിഴലിച്ചു കഴിഞ്ഞു. അവരുടെ പ്രവൃത്തികളെ സമൂഹത്തിനോട് കടപ്പാടില്ലാത്തവരാണ്, കുടുംബത്തോട് കടപ്പാടില്ലാത്തവരാണ്, മക്കളോട് കടപ്പാടില്ലാത്തവരാണ്. അങ്ങനെയൊക്കെ മൃഗങ്ങളുടെ ഒരു ജീവിത രീതിയിലേക്കാണ് ഇവരെല്ലാവരും ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത്. അവർക്ക് കുടുംബത്തോട് ഉത്തരവാദിത്വമില്ല. സ്വന്തം മക്കളെ ജനിപ്പിച്ചെങ്കിൽ മക്കളോട് ഉത്തരവാദിത്വമില്ല. ഈ രീതിയിലുള്ള
കുടുംബ പശ്ചാത്തലത്തിലാണ് നല്ലൊരു ശതമാനം ആൾക്കാരും കേരളത്തിൽ കഴിഞ്ഞുകൂടുന്നത്. അവർ അവിവാഹിതരായി തന്നെ തുടരുന്നതാണ് നല്ലത്. ലിവിങ് ടുഗദർ നടത്തിക്കോളൂ. കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഉത്തരവാദിത്വം അപ്പനും അമ്മയെ ഏറ്റെടുക്കണം. അവരെ പഠിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരണം. അവർക്ക് നല്ല സിറ്റിസണായിട്ട് നല്ല പൗരന്മാരായിട്ട് വളർത്തിക്കൊണ്ട് വരണം. രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനുമൊക്കെ ശ്രേഷ്ഠമായ രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവന്ന് അവരെ നല്ലൊരു പൊസിഷനിലെത്തിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ടാകുന്ന കുട്ടികളുടെ മേലുണ്ട്. അതവർ മറക്കരുത്. കുട്ടികളെ ജനിപ്പിച്ച ശേഷം അവരെ കൊല്ലുക, അല്ലെങ്കിൽ അവരെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്യുക, ഇതൊക്കെ മലയാളികളാണ് കാണിക്കുന്നത്. 100% വിദ്യാസമ്പന്നരാണ് നമ്മളെന്തൊക്കെയാണ് പറയുന്നത്. എങ്കിലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് വിദ്യ കൊണ്ട് അവർക്കൊരു നേട്ടവും ഇല്ല. അവർ പഠനം ഒന്നും കാര്യമായി നടക്കുന്നില്ല. അവർ ക്ലാസ്സുകളിലും കോളേജിലൊക്കെ പോയി അവർക്ക് വയലൻസിലേക്കും അവരെ ഡ്രഗ്സിലേക്കുമൊക്കെ പോയി യാതൊരു ഉത്തരവാദിത്തമില്ലാതെ ഭീഷണിപ്പെടുത്തിയ മറ്റേതെങ്കിലും രീതിയിൽ ഓരോ ഡിഗ്രി സബ്ജക്റ്റുകൾ ഉണ്ടാക്കി അവരെ ജീവിക്കാം എന്നാണ് അവരൊക്കെ കരുതുന്നത്. അത് ഈ നാലാഞ്ചിറയിലെ സംഭവം നമ്മളെ അധികം വേദനപ്പെടുത്തി. കാരണം രണ്ടുപേരും അവരെ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇനി മുന്നോട്ട് പോകില്ല. കുട്ടികൾ അനാഥരായി. അവരെ സംരക്ഷിക്കാൻ മറ്റ് മാതാപിതാക്കന്മാർ വേണം, അല്ലെങ്കിൽ സർക്കാർ വേണം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംഘടനകൾ വേണം. അതുകൊണ്ട് ഒന്നുകൂടെ മാറി ചിന്തിക്കുക. നിങ്ങൾ വിവാഹം കഴിക്കുന്നെങ്കിൽ അതിലുണ്ടാകുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ മാതാപിതാക്കൾ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം മറക്കരുത്.